ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് സൗന്ദര്യം അവൾ നാട്ടിൽ പോവാണ്, എക്സിറ്റ് പോവാണ്. കാരണം അവളുടെ മാരേജാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി എല്ലാവരും പോവാണ്. അപ്പോൾ ഈ വീഡിയോ കാണുക, കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി റെഡി ആയിട്ട് കാണാം. റെഡിയായി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അത്യാവശ്യം എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ സെയിം ഡ്രസ്സ് ഞങ്ങളെല്ലാവരും ഓർഡർ ചെയ്ത് വാങ്ങിച്ചായിരുന്നു ഇവിടുന്ന്. നല്ല സൈസ് മാത്രമേ ഡിഫറൻസ് ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല ഡ്രസ്സായിരുന്നു. നേരിട്ട് കാണാൻ ഇത്ര ഭംഗിയില്ല, പക്ഷേ ഫോട്ടോയിലൊക്കെ കിട്ടു ഡ്രസ്സായിരുന്നു. ഞങ്ങൾ റെഡിയായി, ഞങ്ങളുടെ വണ്ടി വന്നു. ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാണ്. അങ്ങനെ ഇവിടെ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടുന്ന ദിവസം. അപ്പോൾ ഞങ്ങളെല്ലാം നല്ല ഹാപ്പി ആയിരിക്കും. എല്ലാവർക്കും പറയാൻ ഓരോരോ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ, കൂടുതലും വാർഡിലെ മിസ്റ്റേക്കുകളും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ആയിരിക്കും ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുള്ളത്. എനിവേ, അങ്ങനെ ഞങ്ങൾ ഇന്നൊരു ദിവസം, കുറേ ദിവസമായിട്ട് അറേഞ്ച് ചെയ്ത് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു ഡേറ്റ് കണ്ടുപിടിച്ചതാണ്. കാരണം എല്ലാവർക്കും പല പല ഷിഫ്റ്റാണ്. ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്ത് അങ്ങനെ എന്തായാലും അങ്ങനെ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് പോന്നു. പിന്നെ ഞങ്ങളിവിടെ ചെന്ന് ഹോട്ടലിൽ ചെന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ല തിരക്കായിരുന്നു. കാരണം ഞങ്ങൾ വല്ലപ്പോഴും ഇങ്ങനെ പുറത്തെല്ലാവരും കൂടി പോകാറൊക്കെ ഉള്ളൂ. നമ്മളിവിടെ തന്നെ ഉള്ളൊരു ഹോട്ടലിലാണ് വന്നത്. ഇവിടെ ഈ ഹോട്ടലിലെ കാര്യം പറയുന്നത് അടിപൊളി വ്യൂസാണ്. അതായത് നല്ല ഒരു ഫ്ലവേഴ്സും ട്രീസും ഒക്കെ കണ്ട് നല്ല കളർഫുള്ളാണ്. ലൈറ്റിങ്ങും എല്ലാം സൂപ്പറാണ് അവിടുത്തെ. അങ്ങനെ അവൾ വന്നു. പിന്നെ ഞങ്ങൾ 2 വണ്ടിയിലായിരുന്നു പോയത്. അതുകൊണ്ട് ഇവർ വരാൻ കുറച്ച് ലേറ്റായിരുന്നു. അവൾ വന്ന് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കുറച്ച് പേർക്ക് ഞങ്ങൾക്ക് വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് സ്റ്റാർട്ടപ്പൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അവൾ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. അവൾ കേക്ക് എല്ലാവരുടെയും വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഡ്യൂട്ടിയിൽ എല്ലാവർക്കും നല്ല സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ്. വീക്ക്ലി വൺസ് ഓഫ് ഉള്ളൂ. പക്ഷേ ഞങ്ങൾ പലപ്പോഴായിട്ട് പ്ലാൻ ചെയ്യാറുണ്ട്, നമുക്ക് അവിടെ പോകാം ഇവിടെ പോകാം എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ അത് പകുതി മുക്കാലും ദിവസങ്ങളിൽ അത് സംഭവിക്കാറില്ല. കാരണം എന്തെങ്കിലുമൊക്കെ കാരണവശാൽ അത് ക്യാൻസലാകും. പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഞങ്ങൾ വളരെ റിസ്ക് എടുത്ത് തന്നെ നമുക്ക് പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ വന്നതാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഇതുപോലുള്ള മൊമെൻറ്റ്സ് ഞങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ മാക്സിമം കിട്ടാറില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. എന്തായാലും ഇന്ന് ഇവളും ഹാപ്പിയാണ്. ഇതൊക്കെ ഇവൾക്ക് കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങളും വളരെ ഹാപ്പിയാണ്. ഞങ്ങളുടെ വകയായിട്ട് അവൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. അവൾ നല്ല ഹാപ്പിയായിരുന്നു. പിന്നെന്താ, അവളുടെ ഫ്രണ്ട്സ്, അവളുടെ റൂംമേറ്റാണ് ഇവർ രണ്ടുപേരും. അവർ രണ്ടും അവൾക്ക് വേറൊരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നല്ല തിരക്കായിരുന്നു. അതായത് അവളുടേതായിട്ടുള്ള ബ്രൈഡ് ടു ബിയുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. എല്ലാം അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അവൻ്റെ അവിടെയുള്ള ചേട്ടന്മാരെ കൊണ്ടൊക്കെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുപ്പിച്ചു. ഫുഡ് കുഴപ്പമില്ലായിരുന്നു. അൽഫാം മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കിയുള്ള ഫുഡൊന്നും എനിക്ക് അധികം ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. എല്ലാവരും അധികം കഴിച്ചില്ല. എല്ലാവരും അൽഫാമിനായിരുന്നു അടി. എല്ലാവരും അൽഫാം പെട്ടെന്ന് തന്നെ തീർക്കുകയും ചെയ്തു. ബാക്കിയുള്ള ഫുഡൊന്നും എല്ലാം വേസ്റ്റ് ആവുമായിരുന്നു. എല്ലാം മേടിച്ചു. പിന്നെ കുറച്ച് പാഴ്സലൊക്കെ ചെയ്തിട്ട് വന്നു. ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ആർക്കും ഒന്നും കഴിക്കാൻ പറ്റിയില്ല അധികം. ഐസ്ക്രീം അടിപൊളി ഐസ്ക്രീമായിരുന്നു. പുട്ട് ഐസ്ക്രീമും മൊജിറ്റോയൊക്കെ വാങ്ങിച്ച്. ഇത് നല്ല അടിയായിരുന്നു അവിടെ. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചൊക്കെ തികയില്ലാന്ന് വിചാരിച്ച് വാങ്ങിച്ചത്, പക്ഷേ പിന്നെ അടിയായിരുന്നു. പിന്നെ ഞങ്ങൾ റെസ്റ്റിംഗ് ടൈം ആയിരുന്നു. അങ്ങനെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഞങ്ങൾ 2 വണ്ടിയിലായിരുന്നു വന്നത്. എല്ലാവർക്കും ഒരുമിച്ച്, ഒരേ ഹോസ്റ്റലിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് 2 വണ്ടി വേണമായിരുന്നു. കാരണം ഒരുമിച്ച് വരാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അവരൊക്കെ നേരത്തെ പോയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവറിന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വണ്ടി വന്നു. തിരിച്ച് റൂമിൽ വന്നു. അടിപൊളി ഫംഗ്ഷനായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുക, കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.